കഥ ഭർത്താവ് ഭാഗം 23. രാവിലെ 8:30 കഴിഞ്ഞ നേരം ശ്രീലേഖ ഒരടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ച ശേഷം മറ്റേ അടുപ്പിലേക്ക് 2 ചായക്കുള്ള പാൽ അളന്നു വെച്ചു തിളയ്ക്കാൻ വെച്ചു. അപ്പോഴേക്കും ഡ്രസ്സ് മാറി ശ്യാംസുന്ദറും അങ്ങോട്ടെത്തി. അവൻ ഇന്നു മുതൽ ടിപ്പർ ഓടാൻ പോയി തുടങ്ങുകയാണ്. ഇന്നുകൂടി കഴിഞ്ഞ് നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങാനായിരുന്നു തീരുമാനം. എങ്കിലും ഇന്ന് രാവിലെ ജോയിക്കുട്ടി മുതലാളി വിളിച്ച് അവനോട് ഒരു വണ്ടി ഓടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഏകദേശം 1 മാസത്തോളമായി ജോയിക്കുട്ടി മുതലാളി മലയിടിച്ചുള്ള മണ്ണെടുപ്പ് നിർത്തിവെച്ചിട്ട്. മണ്ണെടുക്കാനുള്ള പാസ് തീർന്നു പോയതായിരുന്നു അതിന്റെ കാരണം. താലൂക്കിലും വില്ലേജിലും ഒക്കെ കയറിയിറങ്ങി പുതിയ പാസ് നേടിയെടുത്തപ്പോഴേക്കും 1 മാസത്തോളം തീർന്നു കഴിഞ്ഞു. ഇന്നലെ മുതൽ മണ്ണെടുപ്പ് പുനരാരംഭിച്ചതോടെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ 2 ഡ്രൈവർമാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടൗണിൽ വെച്ച് ഒരു പ്രൈവറ്റ് ബസുമായി കൂട്ടിമുട്ടുകയും അതിൽ പിന്നിലിരുന്ന യാത്ര ചെയ്തിരുന്ന ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മറ്റേയാൾക്ക് അധികം പരിക്കില്ലെങ്കിലും 1 മാസമെങ്കിലും വിശ്രമം വേണ്ടി വരുമെന്നതിനാൽ അവർ 2 ആൾക്ക് പകരമായി ജോയിക്കുട്ടി മുതലാളി ശ്യാമിനെ വിളിക്കുകയായിരുന്നു. ശ്യാംസുന്ദർ മടിയേതും കൂടാതെ ചെല്ലാമെന്ന് സമ്മതിച്ചു. എങ്ങും തൊടാതെ വൈകുന്നേരം 12,000 രൂപ അടുപ്പിച്ച് കയ്യിൽ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നാളെ മുതൽ ജോലിക്ക് ചെല്ലാമെന്നേറ്റത് ഇന്നു മുതൽ എന്നൊരു മാറ്റം വരുത്തിയെന്ന് കൂട്ടിയാൽ മതി. പിന്നിൽ കാലച്ചു കേട്ട് ശ്രീലേഖ തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ ബൈക്കിന്റെ ചാവിയുമായി നിൽക്കുകയാണ് ശ്യാംസുന്ദർ. വെള്ളം ചൂടായി ശ്യാമേട്ടാ, ഇപ്പോൾ ചായ തരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശയും ചമ്മന്തിയും കൂട്ടി തരാം. ഈ അടുപ്പൊന്ന് ഒഴിയേണ്ട താമസമേ ഉള്ളൂ. ദോശ ചുടാനൊക്കെ നിന്നാൽ നേരം പോകും. ഞാനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, നീ വെറുതെ ബുദ്ധിമുട്ടണ്ട, അവൻ പറഞ്ഞു. ഞാൻ ദോശ ചുടുന്നതാ ബുദ്ധിമുട്ട്, അല്ലാതെ ശ്യാമേട്ടന് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? അവൾ പരിഭവത്തോടെ അവനെ നോക്കി. എനിക്കത് ശീലമായി പോയില്ലടി. വണ്ടി എടുത്ത് സൈറ്റിൽ കൊണ്ടിട്ട ശേഷം അടുത്തുള്ള കടയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരും. തിരികെ വരുമ്പോഴേക്കും വണ്ടിയിൽ ലോഡ് നിറച്ചു ഇട്ടിരിക്കും. പിന്നെ അങ്ങോട്ട് ഓട്ടമാ, തലങ്ങും വിലങ്ങും. ഇന്നത്തോടെ നിർത്തിക്കണം കടപ്പലഹാരം തീറ്റ. നാളെ മുതൽ കുടിക്കാനുള്ള വെള്ളം വരെ ഞാൻ തന്നുവിടും. അവൾ തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇട്ടപ്പോൾ വെള്ളത്തിന് നിറം മാറി പതഞ്ഞുയരുന്നത് അവൻ കണ്ടു. ശ്യാംസുന്ദർ അവൾക്ക് പിന്നിൽ നിന്ന് ഓരോ ചലനങ്ങളും സൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നു. ശ്രീലേഖയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ തന്നോടുള്ള ഇഷ്ടക്കേടോ താല്പര്യമില്ലായ്മയോ കാണുന്നുണ്ടോ? ഒട്ടും താല്പര്യമില്ലാതെ ഈ കല്യാണത്തെ സംബന്ധിച്ച ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റം ഈ വിധം ആയിരിക്കുമോ? അവന്റെ മനസ്സിലെങ്ങോ ചാരം മൂടിയ ഒരു കനൽത്തരി പോലെ കെടാതെ കിടക്കുകയാണ് ശകുന്തള അപ്പച്ചി പറഞ്ഞ ആ വാക്കുകൾ. സരോജിനിയുടെ ഒറ്റയാളുടെ നിർബന്ധം വരുന്നടാ മോനെ ഈ കല്യാണം. ശ്രീ എത്രയൊക്കെ പിടിവാശി കാണിച്ചെങ്കിലും സരോജിനി വിട്ടുകൊടുത്തില്ല. സരോജിനിക്ക് മരുമോയെ നിന്നെ കിട്ടാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ ആങ്ങളുടെ മോൾക്ക് എന്നെ പിടിച്ചില്ലെങ്കിൽ അതിനൊരു കാരണം കാണാമല്ലോ. എന്താണത്? മദ്യം തലയ്ക്ക് പിടിച്ചതോടെ അവരുടെ മനസ്സിലുള്ളതാം വലിച്ച് പുറത്തിടാൻ വേണ്ടി താൻ ചോദിച്ചു. അത് പറഞ്ഞാൽ ബഹു കേമമ്മ. സരോജിനി മകൾക്ക് 15 or 14 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അടുപ്പക്കാരിയുടെ മകനുമായി സംസാരിച്ചു അവനെ കൊണ്ട് ശ്രീയെ കെട്ടിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്തു. ശ്രീലേഖക്കാകട്ടെ അത് അറിയുമോ എന്ന് പോലും ഇപ്പോഴും സംശയമാ. അവർ പെട്ടെന്ന് വഴുതി മാറാൻ ഒരു ശ്രമം നടത്തുന്നത് പോലെ തനിക്ക് തോന്നി. പൊട്ടത്തരം പറയല്ലേ തള്ളേ എന്നോട്. അത് അറിയാവുന്നത് കൊണ്ടല്ലേ ശ്രീലേഖ ഈ കല്യാണം വേണ്ടെന്ന് കടുംപിടുത്തം പിടിച്ചത്? അയ്യോ അല്ല മോനെ, സത്യമായുമല്ല. അപ്പച്ചനോട് കള്ളം പറയുവാടാ. ശ്രീക്ക് കല്യാണത്തെക്കാൾ ഇഷ്ടം പഠിച്ചൊരു ജോലി നേടുന്നതായിരുന്നു. അതുകൊണ്ടായിരിക്കും അവൾക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ലാഞ്ഞത് അല്ലേ? അല്ലെന്നോ? അത് എന്നോടാണോ തള്ള ചോദിക്കുന്നത്? ദേ, എന്നെ വെറുതെ പൊട്ടം കളിപ്പിക്കരുതേ. നിങ്ങളുടെ മോൾക്ക് ജോലി കിട്ടിയിട്ടല്ലേ ഈ കല്യാണാലോചന വന്നത്? ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ മറ്റൊരു ജോലി അവൾ എവിടെ പോയി ചെയ്യാനാ? അതോ വേറെ ഒരു ജോലി കൂടി ചെയ്യാൻ അവൾക്ക് 4 കൈയും 4 കാലുമുണ്ടോ? അയ്യോ മോനെ, ഞാൻ പറഞ്ഞത് ആ ജോലിയുടെ കാര്യമല്ല, സർക്കാർ ജോലി കിട്ടുന്ന കാര്യമാണ്. തള്ളാതെ പറയുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തെളിഞ്ഞു കാണാമായിരുന്നു അവരുടെ മനസ്സിലെ കള്ളത്തരം.
അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിന്റെ ബാക്കി കേൾക്കാൻ നിന്നില്ല. അവരുടെ മുമ്പിൽ നിന്ന് നടന്നു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. തന്റെ വായിൽ നിന്ന് അബദ്ധം എന്തെങ്കിലും വീണുപോയോ എന്ന മട്ടിൽ അമ്പരന്ന് തന്നെ നോക്കി നിൽക്കുകയാണ് അവർ. ആ നിമിഷം മുതൽ താൻ ശ്രീലേഖയുടെ തന്നോടുള്ള സമീപനം സശ്രദ്ധം നിരീക്ഷിക്കുകയാണ്. എവിടെയെങ്കിലും ശ്രീലേഖയിൽ നിന്ന് ഒരു പാളിച്ച വരുന്നുണ്ടോ? ശ്യാമേട്ടൻ എന്ന് സ്വപ്നം കാണുവാണോ? ശ്രീലേഖയുടെ ചോദ്യം കേട്ട് അവൻ ഒന്ന് ഞെട്ടി. തനിക്ക് മുമ്പിൽ ചായക്കൊപ്പം നീട്ടി നിൽക്കുന്ന ശ്രീലേഖയെ അവൻ കണ്ടു. ദാ ചായ റെഡി, പിടിച്ചോ. അവൾ നീട്ടിയ ചായ വാങ്ങി അവൻ കുടിച്ചു നോക്കി. പാകത്തിന് മധുരവും കടുപ്പവും ഏലക്കാസത്തിന്റെ മണവും, കുടിക്കാൻ പാകത്തിന് ചൂടും. വൈകിട്ട് 5 മണിയാകുമ്പോൾ ഓട്ടം നിർത്തുമ്പോ ശ്യാമേട്ട, അവൾ അവന്റെ തൊട്ടു മുമ്പിൽ നിന്ന് കൊണ്ട് ചോദിച്ചു. 5 മണിക്കോ? ഇതെന്താ സർക്കാർ ജോലിയാണെന്ന് കരുതിയോ നീ? 5 മണിയല്ല, വേണമെങ്കിൽ ഉച്ചയ്ക്ക് നിർത്തിപ്പോരാ. പക്ഷെ കയ്യിൽ കായ് ഉണ്ടാകില്ലെന്ന് മാത്രം. മണ്ണെടുപ്പായതുകൊണ്ട് 6 മണിയാകുമ്പോൾ നിർത്തും. ആ മലയ്ക്ക് ചുറ്റിനും നിരവധി വീടുകൾ ഉള്ളതാണ്. 6 മണിക്ക് ശേഷം മണ്ണെടുക്കാൻ അനുവാദമില്ല. എന്നാലും ഒരു 7 മണി വരെയെങ്കിലും ഓട്ടം കാണും. അതെന്താ, വൈകിട്ട് ഞാൻ നേരത്തെ വന്നിട്ട് എനിക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടോ? ഞാൻ കരുതിയത് നാളെ മുതൽ ശ്യാമേട്ടൻ ജോലിക്ക് പോയി തുടങ്ങുമല്ലേ. അതിനു മുമ്പ് വൈകിട്ട് ശ്യാമേട്ടനെയും കൂട്ടി അമ്പലത്തിലൊന്ന് പോകാമെന്ന് വെച്ചു. അതാ ചോദിച്ചത്. നീ വൈകിട്ട് സുനിതയെയും കൂട്ടി പോയിട്ട് വാ. ഒരു ഓട്ടോ വിളിച്ച് പോയാൽ മതിയല്ലോ. ഓ ശ്യാമേട്ട, വിടുന്ന്. സുനിതയാണോ നാളെ ജോലിക്ക് പോകാൻ തുടങ്ങുന്നത്? അവൾക്ക് ജോലി കിട്ടുമ്പോ അവൾ പൊക്കോളും. നോക്കട്ടെടി, 5 മണിക്കൊന്ന് വരാൻ പറ്റിയില്ലെങ്കിലും നേരത്തെ വരാം. അവൻ ചായ കുടിച്ചു തീർത്തിട്ട് ഗ്ലാസ് ശ്രീലേഖയെ ഏൽപ്പിച്ചു. അവൻ പോകാനിറങ്ങുമ്പോൾ അവൾ അവന്റെ കൂടെ ബൈക്കിനടുത്ത് വരെ ചെന്നു. ശ്യാം സുന്ദർ ബൈക്കിൽ കയറിയിരുന്ന് ഹെൽമെറ്റ് തലയിലേക്ക് വെക്കുമ്പോഴാണ് താഴെ തോട്ടത്തിൽ പൂവാലിയെ കെട്ടാൻ പോയിട്ട് സരോജിനിയമ്മ മടങ്ങി വരുന്നത്. അവർ 2 മണിക്കൂറോളം ആയി കാണും പശുവിനെയും കൊണ്ട് പോയിട്ട്. അവർ നേരെ ശ്രീലേഖയുടെ അടുത്തേക്ക് വന്നു. നിങ്ങളിത് എവിടെ പോവാ മക്കളെ? ടൗണിലോട്ടാണോ? അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഞാനില്ല അമ്മേ, ശ്യാമേട്ടൻ മാത്രം, ശ്രീലേഖ പറഞ്ഞു. മോന് പോകാനുള്ള വിസയുടെ കാര്യം അന്വേഷിക്കാൻ പോവാണോ മോനെ? വിസ വന്നെന്നും പറഞ്ഞ് അവര് വിളിച്ചായിരുന്നോ? സരോജിനി അമ്മ ശ്യാമിനെ നോക്കി തിരക്കി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ശ്യാം പെട്ടെന്ന് തലയിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റിയ ശേഷം സരോജിനിയമ്മയെ രൂക്ഷമായി ഒന്ന് നോക്കി. അവന്റെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ ചോദ്യം മരുമകന് ഇഷ്ടമായിട്ടില്ലെന്ന് അവർക്ക് തോന്നി. ശ്യാമേട്ടനെ മുതലാളി വെച്ചിട്ട് പോവാ അമ്മേ. അവിടുന്ന് എന്തോ കാരണത്താൽ 2 പേർക്ക് ജോലിക്ക് വരാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ശ്യാമേട്ടനോട് ചെല്ലാൻ പറ്റുമോ എന്നും മുതലാളി തിരക്കി. മുതലാളിയോട് നാളെ വന്നോളാം എന്ന് പറയാൻ വയ്യായിരുന്നു. ഇന്ന് വിസയുടെ കാര്യം തിരക്കാൻ പോണം, അത് കഴിഞ്ഞേയുള്ളൂ, മറ്റൊന്നുമെന്ന് പറയണമായിരുന്നു. ആരുടെ വിസയുടെ കാര്യമാ അമ്മ പറയുന്നത്? വിസ വന്നിട്ട് അമ്മയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? എന്നും ഈ ഒരു പാട്ടേ ഉള്ളല്ലോ അമ്മയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് പാടാൻ. വിസ ശരിയാകുമ്പോ അവർ നമ്മളെ വിളിച്ചോളും, അപ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതി. അല്ലാതെ എന്നും രാവിലെ എണീറ്റ് നിന്ന് വിസയേ വിസയേ എന്ന് നാമം ജപിക്കണ്ട. വാക്കുകളിലെ അതൃപ്തിയോടെ തന്നെ ശ്യാം സുന്ദർ അവർക്ക് മുമ്പിൽ നിന്ന് വണ്ടി ഓടിച്ചു പോയി. അമ്മ എന്തിനാ എപ്പോഴും ശ്യാമേട്ടനോട് വിസയുടെ കാര്യം അന്വേഷിക്കുന്നത്? ശ്യാമേട്ടൻ അറിയാവുന്നതില്ല കാര്യം. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ശ്യാമേട്ടൻ വിസയ്ക്ക് അപേക്ഷിച്ചത്? ഓ, അവന്റെ പ്രവൃത്തികൾ കണ്ടാ തോന്നുമല്ലോടി വിസ വരുമ്പോ ഞാനാണ് പേർഷ്യക്ക് പോകുന്നതെന്ന്. കല്യാണത്തിന് മുമ്പേ അവര് പറഞ്ഞതെന്താ? കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ അവൻ പേർഷ്യക്ക് പോകുമെന്നല്ലേ. ഇതിപ്പോ 10 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു അനക്കവും കാണാത്ത സ്ഥിതിക്ക് നമ്മൾ ചോദിക്കണ്ടേ? അവനാണെങ്കിലോട്ട് അങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറയുന്നതേ ഇല്ല. അപ്പോൾ പിന്നെ ചോദിച്ചാൽ എന്താടി തെറ്റ്? അമ്മ നോക്കുമ്പോൾ തെറ്റൊന്നും കാണില്ല. പക്ഷെ ശ്യാമേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടമില്ലെന്നോ? എന്ത്, പേർഷ്യക്ക് പോകുന്നതോ? ഇപ്പോൾ അങ്ങനെയായോ? ഗൾഫിൽ പോകുന്നതല്ല അമ്മേ. അമ്മ ഇങ്ങനെ എപ്പോഴും ശ്യാമേട്ടന്റെ പിന്നാലെ നടന്ന് അക്കാര്യത്തെ പറ്റി ചോദിക്കുന്നത് ഇഷ്ടമല്ലെന്നാ പറഞ്ഞത്.
പിന്നെ ഉള്ള കാര്യം മനുഷ്യന്റെ മുഖത്ത് നോക്കി ചോദിക്കണ്ടേ മോളെ? അല്ലാതെ നമ്മൾ അത് മനസ്സിൽ വെച്ചും കൊണ്ട് നടന്നാൽ അവനൊരു ഉത്സാഹക്കുറവ് തോന്നിയാലോ? സരോജിനിയമ്മ താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന മട്ടിൽ നിന്നു. ശ്രീലയ്ക്ക് മനസ്സിലായി ഇനി താൻ അമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. ശ്യാം സുന്ദറിന്റെ പണി സൈറ്റിൽ ഉച്ചയോടെ ഒരു സംഭവം ഉണ്ടായി. മലയുടെ ഒരു ഭാഗത്തു നിന്നും മണ്ണെടുത്തും കൊണ്ടിരിക്കെ മുകളിൽ നിന്നും വലിയൊരു പാറയുടെ കൂടെ 50 ലോഡോളം മണ്ണിടിഞ്ഞു താഴേക്ക് പതിച്ചു. പാറ വീണ് JCBയുടെ തുമ്പിക്കൈ തകരാറില്ലായതോടെ മണ്ണെടുപ്പ് നിലച്ചു. ഇന്നിനി മടങ്ങിപ്പോവുകയേ വഴിയുള്ളൂ എന്ന് തോന്നിയപ്പോൾ ശ്യാം സുന്ദർ ടിപ്പർ ലോറി സൈറ്റിൽ തന്നെ ഒതുക്കിയിട്ടു. പുറമേ നിന്ന് മണ്ണ് കൊണ്ടുപോകാൻ വന്ന ടിപ്പറുകളെല്ലാം തിരികെ പോയി. ജോയിക്കുട്ടി മുതലാളിക്ക് 4 ടിപ്പറുകളാണുള്ളത്. 4 നിരനിരയായി നിർത്തിയിട്ടിരിക്കുകയാണ്. ശ്യാം സുന്ദർ ബാറ്റ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകാൻ വരുമ്പോൾ അവനെ കാത്ത് മറ്റ് ഡ്രൈവർമാരായ അജിത്തും ജോസഫനും നിൽപ്പുണ്ട്. ശ്യാമേ, വീട്ടിലേക്കാണോടാ? ജോസഫൻ തിരക്കി. കല്യാണ ചെലവൊന്നും നടത്തിയിട്ടില്ലേ? മറക്കല്ലേ മോനെ, ഞാനൊക്കെ കല്യാണത്തിന്റെ തലേന്ന് പാർട്ടി നടത്തിയതാ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആകുന്നു. നടത്താം അജിത്തേട്ടാ, ശ്യാം പറഞ്ഞു. വാക്കേ ഉള്ളോ അതോ നടത്തുവോ? നടത്താമെന്ന് പറഞ്ഞില്ലേ? എന്നാൽ പിന്നെ അത് ഇന്നങ്ങ് നടത്തിക്കൂടെ? ഇന്നാകുമ്പോ സമയമൊക്കെ ധാരാളം ഉണ്ട് താൻ. ശ്യാം ഒരു മാത്രം ചിന്തിച്ചു നോക്കി. ടൗണിൽ പോകുന്നോ അതോ ഇങ്ങോട്ട് വരുത്തുന്നോ? ശ്യാം ചോദിച്ചു. ടൗണിൽ പോയാൽ കാശൊക്കെ ഒരുപാട് ഇറങ്ങുമെടാ. നമുക്ക് ഇങ്ങോട്ട് വരുത്താം. ഇവിടെ ആകുമ്പോ സ്വൈര്യമുണ്ട്. ശ്യാമിന്റെ ബൈക്കിൽ അജിത്ത് ബീവറേജസിൽ പോയി ആവശ്യത്തിനുള്ള 2 കുപ്പിയും തിന്നാനും കുടിക്കാനുമുള്ളത് വാങ്ങി തിരികെ വന്നു. 5 മണി വരെ ആഘോഷത്തിമിർപ്പ് നടത്തി. ശ്യാം സുന്ദർ അധികം മദ്യം കഴിക്കാൻ നിന്നില്ല. എങ്കിലും ഉള്ളിൽ ചെന്നത് അവന്റെ സകല ചിന്തകളെയും തകിടം മറിക്കാൻ പോകുന്നതായിരുന്നു. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് സുനിത പുറത്തേക്ക് വരുമ്പോൾ അവളെയും കാത്ത് സജിത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. 4-5 ദിവസമാകുന്നു സജിത്തിനെ കണ്ടിട്ട് എന്ന് അവൾ ഓർത്തു. എവിടെയായിരുന്നു കുറെ ദിവസം? കോളേജിലും വന്നില്ലെന്ന് തോന്നുന്നല്ലോ. അവൻ തനിക്കൊപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ചോദിച്ചു. ഇത്രയും ദിവസം എന്നെ കാണാതിരുന്നിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത്? ഒന്ന് ഫോൺ ചെയ്ത് തിരക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക്? അതിന് സജിത്തിന്റെ നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. നിനക്ക് എന്റെ നമ്പർ വേണ്ടല്ലോ. സുനിത അതിന് മറുപടി പറയാതെ മുഖം കുനിച്ച് അവനൊപ്പം നടന്നു. ഞങ്ങളൊരു കല്യാണ ടൂറിലായിരുന്നു. ഞാൻ, അമ്മ, അച്ഛൻ, അച്ഛമ്മ. കോഴിക്കോട്ടുള്ള വല്യച്ഛന്റെ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു. ട്രാഫിക് സിഗ്നൽ തെളിയുന്നതും കാത്ത് നിരനിരയായി കിടക്കുന്ന വാഹനങ്ങൾക്ക് കുറിയുള്ള സീബ്ര ലൈനിലേക്ക് കയറി അവർ മറുവശത്തേക്ക് റോഡ് മുറിച്ചു കടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വന്ന വാഹനനിര ചലിച്ചു തുടങ്ങിയത്. സജിത്ത് അവളുടെ കൈക്ക് പിടിച്ച് പിന്നോക്കം വലിച്ചു. അല്ലായിരുന്നെങ്കിൽ സിഗ്നൽ മാറുന്നതിന് മുമ്പേ മറുവശം കടക്കാനുള്ള ആക്രാന്തത്തിൽ പാഞ്ഞു വന്ന ഒരു ബൈക്ക് സുനിതയെ ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു. റാസ്കൽ, ഇവനൊന്നും കണ്ണു കാണരുതോ? സജിത്ത് അല്പം ഉച്ചത്തിൽ പറഞ്ഞു. എന്നാൽ പാഞ്ഞു വന്ന ബൈക്ക് അവരെ കടന്നു പോകാതെ അവർക്ക് മുമ്പിൽ ബ്രേക്ക് ഇട്ട് നിന്നു. ശ്യാം സുന്ദർ തലയിലിരുന്ന ഹെൽമെറ്റ് എടുത്തു മാറ്റി പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സജിത്തിന്റെ കൈയിലേക്ക് നോക്കി. സുനിത പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും തന്റെ കൈ കുതറിച്ചു മാറ്റി. സജിത്തിന് ഇപ്പോൾ കണ്ടിട്ട് ശ്യാം സുന്ദരെ മനസ്സിലായില്ല. ആരടി ഇവൻ? പിന്നിൽ വാഹനങ്ങളുടെ തൊട്ടടുത്ത് ആൾക്കാരും നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ സുനിത നോക്കി. അവൻ ഉച്ചത്തിൽ ചോദിച്ചു. സുനിത സജിത്തിന് മാത്രം കേൾക്കാൻ വച്ചയിൽ സജിത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞെങ്കിലും സജിത്ത് പിന്തിരിഞ്ഞില്ല. ഇവൻ ഏതാണെന്ന് എന്നോട് ചോദിച്ചത്? ശ്യാം സുന്ദർ സജിത്തിനെ നോക്കി പല്ലുകൾ ഞെറുമ്പി. തുടരും കഥയുടെ അടുത്ത ഭാഗം.